ഇടതുപക്ഷം ഹൃദയപക്ഷം എന്ന് പറയില്ലേ, അതുപോലെ അത് വിശ്വസിക്കുന്ന ആളാണ്. അതിലൊന്നും ഒരു സംശയമില്ല. പൊളിറ്റിക്കലി അത് വളരെ ക്ലിയർ ആണ്. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ചേട്ടൻ്റെ പോസ്റ്റുകൾ ശ്രദ്ധിക്കാറുണ്ട്. നമ്മൾ ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ ഒരു ഇടതുപക്ഷ നിലപാടുള്ള ആളാണ് ചേട്ടനെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പം എന്നാൽ ഇതിനകത്ത് തന്നെ നടക്കുന്നത് ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന വീഴ്ചകളെ വിമർശിച്ചും കണ്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയ വാളിൽ. അപ്പോൾ ഈ നമ്മളൊരു കലാകാരൻ പറയുമ്പോൾ നമ്മുടെ സപ്പോർട്ട് വലിയൊരു വിഷയമാണല്ലോ. ഇപ്പോൾ ഒരു വലിയൊരു ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ട്, അവർ ഇതൊരു വിവാദമാക്കാനോ അല്ലെങ്കിൽ അത് നമ്മുടെ ഫാൻ ഫോളോയിങ്ങിനെ ബാധിക്കുക, അങ്ങനെ ഒരു പേടിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം പറ്റി ചിന്തിക്കാറുണ്ടോ ഈ ഒരു പോസ്റ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ? ഒരാളും രാഷ്ട്രീയ പ്രസ്ഥാനം എന്നല്ല, ഒരാളുകളും നമ്മളെ സഹായിക്കുന്നോ അല്ലെങ്കിൽ നമുക്ക് അവസരം തരുന്നോ നമ്മൾ വിശ്വസിക്കുന്നില്ല. അപ്പോഴാണല്ലോ നമ്മൾ അതിനെ ഭയക്കേണ്ടത്. നമുക്ക് അങ്ങനെ ഒരാൾ ഇപ്പം അടുത്തൊരു ഷോ തരും അല്ലെങ്കിൽ ഒരു വർക്ക് തരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ അത് ഭയക്കാറുമില്ല. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന പോസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെ പരിമിതമായ എൻ്റെ അറിവും ഒബ്സർവേഷനും. ഞാൻ ഭയങ്കര വായനയുള്ള ആളൊന്നുമല്ല. ഇപ്പോൾ പത്രം എന്നും വായിക്കും, ന്യൂസ് ചാനലുകൾ കാണും, പിന്നെ രാഷ്ട്രീയമായിട്ടും സാമൂഹികമായിട്ടും രംഗത്തുള്ള കുറേ ആളുകളായിട്ട് പരിചയമുള്ളതുകൊണ്ട് അവരോട് സംസാരിക്കും. ഇത്തരം ഈ 3 സോഴ്സിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളാണ് എനിക്കുള്ളത്. അതിൽ തന്നെ ചിലത് ഞാൻ മറന്നു പോകും. അപ്പോൾ ആ പരിമിതമായ അറിവിൽ വെച്ച് നമ്മൾ ഒരു സൊസൈറ്റി നോക്കി കാണുമ്പോൾ എനിക്ക് ഓക്കെ എന്ന് തോന്നുന്ന കാര്യം ഞാൻ എഴുതും. അത് എനിക്ക് ചില കാര്യങ്ങളിൽ ഇപ്പോൾ അതിൽ പാർട്ടിയൊന്നും നോക്കിയിട്ടില്ല. ഇടതുപക്ഷം എന്ന് പറയുന്നത് നമ്മൾ വളരെയധികം വിശ്വസിക്കുന്ന അല്ലെങ്കിൽ വളരെയധികം റെസ്പെക്ട് ചെയ്യുന്ന ഒരു പക്ഷം തന്നെയാണ്. ഇടതുപക്ഷം ഹൃദയപക്ഷം എന്ന് പറയില്ലേ, അതുപോലെ അത് വിശ്വസിക്കുന്ന ആളാണ്. അതിലൊന്നും ഒരു സംശയമില്ല. പൊളിറ്റിക്കലി അത് വളരെ ക്ലിയർ ആണ്. പക്ഷേ എന്നാൽ പോലും നമുക്ക് ചില വിഷയങ്ങൾ വരുമ്പോൾ നമുക്ക് പ്രതികരിക്കാൻ തോന്നുന്നത് അത് നമുക്ക് നമ്മുടെ മനസാക്ഷിക്ക് അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഈ പറഞ്ഞ മാതിരി പരിമിതമായ അറിവിന് അത് ശരിയല്ല തോന്നുമ്പോൾ നമ്മൾ അതും എഴുതും. അത്രേ ഉള്ളൂ. അത് ഒരിക്കലും ഫേസ്ബുക്കിൽ എഴുതുന്ന ഒരു പോസ്റ്റും വ്യക്തിപരമായിട്ട് ഒരാളെ ടാർഗറ്റ് ചെയ്തിട്ട് അങ്ങനെയൊന്നും എഴുതാറില്ല. ചില കാര്യങ്ങൾ നമുക്ക് കാണുന്ന സമയത്ത് അത് റിയാക്ട് ചെയ്യണം തോന്നും, ചില സമയത്ത് നമ്മൾ റിയാക്ട് ചെയ്തിട്ട് പ്രയോജനമില്ല തോന്നും, അപ്പം മിണ്ടില്ല. പല ഫേസ്ബുക്ക് പോസ്റ്റുകളും ഒരു ദിവസം മുഴുവൻ ഇരുന്ന് എഴുതിയിട്ട് പോസ്റ്റ് ചെയ്താൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പം അത് ചിലത് തോന്നും. പണ്ടൊക്കെ ഇങ്ങനെ ഫ്രസ്ട്രേഷൻ്റെ പുറത്ത് ഒരു ഫേസ്ബുക്കിനെ ഫ്രസ്ട്രേഷൻ ബുക്കായിട്ട് കണ്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അത് അന്നൊക്കെ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ എന്ത് വന്നാലും അതിൽ ഇടപെടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതിന് ഉപയോഗിക്കുന്ന സമയം കൂടി പാട്ടുണ്ടാക്കാൻ ഉപയോഗിക്കാൻ തിരിച്ചറിഞ്ഞു. സൈബർ അറ്റാക്കിനെ ഒന്നും ഭയക്കുന്നില്ല. സൈബർ അറ്റാക്ക് ഒന്നും നമ്മളുടെ പാട്ട് പോലെ ആളുകൾ കേൾക്കാൻ സമയമില്ല. പിന്നെ ആരും സൈബർ അറ്റാക്ക് ചെയ്യാൻ വരുന്നു?